നമസ്കാരം. ഇന്ത്യയെ മുന്നറിയിപ്പ് നൽകി ഭീഷണിപ്പെടുത്തിയൊക്കെ നിർത്താനായിട്ട് അമേരിക്ക ആരാണ്? അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കയ്ക്കുള്ള നല്ല ഒന്നാന്തരം മറുപടി ഇന്നലെ വന്നിട്ടുണ്ട്. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് നമുക്കും ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ അമേരിക്ക. മാത്രമല്ല നമ്മൾ കയറ്റി അയക്കുന്ന അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇറക്കുമതി തീരുവ ചുമത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതവണയായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ പലതവണ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് അരി കയറ്റി അയച്ചു. പിന്നീട് INS തമൽ, അത് നാവിക ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് പോവേക്കരുത്, നിന്നെയൊക്കെ ശരിയാക്കി കളയുന്നു പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഒന്ന് പോടോവേ, നീ ആര് നമ്മളോട് പറയാൻ? നേരെ ഇടിച്ചു കയറി അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വലിയൊരു തിരിച്ചടിയായി. അതിനു മുമ്പ് മറ്റൊരു ഭീഷണി മുഴക്കിയ സമയത്താണ് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഒരു വമ്പൻ പ്രതിരോധ കരാർ ഒപ്പിടാൻ പോവുകയാണ്, കൂടാതെ മറ്റു ചില കരാറുകളുമൊക്കെ ഒപ്പിടും എന്നുള്ളത് പറയുന്നത്. അതിൽ നിന്ന് തന്നെ അമേരിക്കയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ഇവൻ പറഞ്ഞാൽ അനുസരിക്കില്ല. ഇത് പണ്ടേ ട്രംപിന് അറിയാം. ട്രംപിന് നന്നായിട്ട് അറിയാം മോദി അമേരിക്ക സാധാരണ ഭീഷണിപ്പെടുത്തുമ്പോൾ നിൽക്കുന്നത് പോലെ മോദി അങ്ങനെ നിന്നു കൊടുക്കുകയൊന്നുമില്ല. വളരെ ചെറിയ രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തുമെന്നല്ലാതെ ഇപ്പോൾ ഏത് രാജ്യമാണ് അമേരിക്ക പറയുന്നിടത്ത് വന്ന് നിൽക്കുന്നത്? ഇന്നലെ ഇന്തോനേഷ്യയും ഈ താരിഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്തോനേഷ്യ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ കാര്യത്തിലോട്ട് താല്പര്യമൊന്നുമില്ല എന്നുള്ളത്. ബ്രിക്സ് പറയുന്നുണ്ട്. നിലവിൽ എല്ലാ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരെ തിരിഞ്ഞിട്ടുള്ള ഒരവസ്ഥയുണ്ട്. ഈ വരാൻ പോകുന്നത് ബ്രസീൽ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ആകെ 3% ഇറക്കുമതി അങ്ങോട്ടേക്കുള്ളൂ, അത് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മേക്കപ്പ് ചെയ്തെടുത്തോളാം, ഞങ്ങൾ അമേരിക്കയിലേക്ക് ഒന്നും കയറ്റി അയക്കുന്നില്ല. പോരെ, തീർന്നില്ലേ ട്രംപിന്റെ കച്ചവടം? ട്രംപ് ഇങ്ങനെയുള്ള വിടുവായുത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം അടി വാങ്ങിക്കൂട്ടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഈ ഭീഷണിയൊക്കെ നിലനിൽക്കുമ്പോൾ മുന്നറിയിപ്പൊക്കെ നൽകി വലിയേട്ടൻ ചമഞ്ഞ് നിൽക്കുക എന്ന് പറയില്ലേ, അത്തരത്തിൽ നിൽക്കുമ്പോഴാണ് അടുത്തൊരു കരണത്തടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതായത് റഷ്യയിലേക്ക് നമ്മൾ സ്ഫോടക വസ്തു കയറ്റി അയച്ചു. ആരും അറിഞ്ഞില്ല, ഇതിങ്ങനെ കയറ്റി അയക്കുന്നുണ്ടായിരുന്നു, ആരും അറിഞ്ഞില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ റിപ്പോർട്ട് വരുന്നത്. ഇപ്പോ അത് അമേരിക്കയ്ക്ക് ചങ്കിൽ കൊണ്ടു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ കയറ്റി അയച്ചത് HMX അല്ലെങ്കിൽ ഒക്ടോജൻ എന്ന് പറയുന്ന ഒരു സ്ഫോടക വസ്തുവാണ്. ഏതാണ്ട് $1.4 മില്യൺ വില മതിക്കുന്ന അത്രത്തോളം ഈ ഒരു സാധനം, ഈ ഒരു സംയുക്തം നമ്മൾ കയറ്റി അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യൻ കസ്റ്റംസിന്റെ ഡാറ്റയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വിവരമാണ്. അതുകൊണ്ട് കയറ്റി അയച്ചു എന്നുള്ളത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഭീഷണിപ്പെടുത്തി വരുമ്പോഴാണ് നമ്മൾ നാവിക ദിനാഘോഷത്തിലേക്ക് പറയുന്നത്. പിന്നീടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഈ പറയുന്ന HMX എന്ന് പറയുന്ന സ്ഫോടക വസ്തു നമ്മൾ കയറ്റി അയച്ചു എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം വരുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലാകേണ്ടതല്ലേ, അമേരിക്ക സ്വമേധയാ പൊട്ടം കളിക്കുന്നതല്ലേ. നമ്മൾ റഷ്യക്കൊപ്പം നിൽക്കും, അതായത് നമ്മുടെ നിലപാട് അതാണ്. നമ്മുടെ ആത്മസുഹൃത്തിനൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ റഷ്യക്ക് ഒരു വിഷയം വരുമ്പോൾ അവിടെ ഇന്ത്യ ചേർന്ന് നിൽക്കണ്ടേ? റഷ്യ ആയ കാലം മുതൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രമല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കണമെന്ന് ട്രംപ് കരുതുന്നു? രണ്ടുപേരും ചേർന്നുകൊണ്ട് വികസിപ്പിക്കുന്ന ആയുധങ്ങൾ പോലും ട്രംപിന്റെ കണ്ണിലെ കരടാണ്. വികസിപ്പിച്ചിട്ട്, അതായത് റഷ്യയും ഇന്ത്യയും ചേർന്ന് വികസിപ്പിച്ചിട്ടുള്ളത് അത്രയും ഏറ്റവും അതിൻ്റെ ഒരു ആയുധ പ്രതിരോധ ശേഷിയിലേക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം നിൽക്കുന്ന സമയത്ത് റഷ്യയോട് നമ്മൾ സാധനങ്ങൾ വാങ്ങരുത്, എണ്ണ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുമോ? നമ്മൾ അതിൻ്റെ അപ്പുറം ചെയ്യും. ഈ പ്രഹസനമൊന്നും വേണ്ട സജി എന്ന് നമ്മൾ അവരോട് പറയും, ട്രംപിനോട് പറയും. ട്രംപിന് അത് അറിയുകയും ചെയ്യും. എന്തായാലും ഈ HMX സ്വീകരിക്കുന്നത് റഷ്യൻ കമ്പനികളിൽ ഒന്നായിട്ടുള്ള സ്ഫോടക വസ്തു നിർമ്മാതാക്കൾ കൂടിയായിട്ടുള്ള പ്രോംസിൻഡെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. മറ്റൊരു റഷ്യൻ കമ്പനി എന്ന് പറയുന്നത് സ്പാനിഷ് കമ്പനിയാണ്. സ്പാനിഷ് സ്ഫോടക വസ്തു നിർമ്മാതാക്കളായിട്ടുള്ള മാക്സാമിന്റെ അനുബന്ധ സ്ഥാപനം കൂടിയായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്. ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായിട്ടുള്ള റോൺ ക്യാപിറ്റലിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഈ സ്ഫോടക വസ്തു കയറ്റി അയക്കുമ്പോൾ നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവിടെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. റഷ്യയുടെ സൈനിക ആവശ്യങ്ങൾക്ക്, അതായത് യുദ്ധ ആവശ്യങ്ങൾക്കൊക്കെ ഈ HMX നിർണായകമാണെന്നാണ് US ഇപ്പോൾ പറയുന്നത്. സ്വാഭാവികമായ അങ്ങനെയാണല്ലോ, ഒരു കാര്യം നല്ലതിനും കെട്ടതിനും ഉപയോഗിക്കാം. റഷ്യയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സംയുക്തം കിട്ടുമ്പോൾ അവർ യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു കെട്ട ആവശ്യമല്ലല്ലോ. യുക്രൈനെ പിരികേറ്റി വിട്ട് ഈ അടി മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പലർക്കുമുള്ള തിരിച്ചടിയല്ലേ ഈ ഒരു സംയുക്തം അവിടെ ചെല്ലുകയും അവർ കൂടുതൽ യുദ്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ വിൽപ്പനയ്ക്ക് സൗകര്യം ഒരുക്കുന്നതിനെതിരെ കൂടി ഒരുക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കൂടി US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ആര് ഗൗനിക്കാനാണെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. HMX എന്തിനെല്ലാം ഉപയോഗിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. മിസൈല്, ടോർപിഡോ, വാർഹെഡുകൾ, റോക്കറ്റ് മോട്ടോറുകൾ, പൊട്ടിത്തെറിക്കുന്ന പ്രൊജക്ടൈലുകൾ, നൂതന സൈനിക ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്ലാസ്റ്റിക് ബോണ്ടഡ് സ്ഫോടക വസ്തുക്കൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് റഷ്യയുടെ ആവശ്യങ്ങളൊക്കെ ഈ ഒരു സംയുക്തം നമ്മൾ കയറ്റി അയക്കുന്നത് വഴി നടന്നു പോകുമെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇത് ഇനി കയറ്റി അയക്കുന്നത് ഏത് കമ്പനിയാണെന്ന് നമ്മൾ പറഞ്ഞില്ല, നമുക്ക് അതുകൂടി നോക്കി പോവാം. ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള തെലങ്കാന ആസ്ഥാനമായിട്ടുള്ള ഐഡിയൽ ഡിറ്റനേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഷിപ്പ് HMX അയച്ചിട്ടുണ്ട്. അവ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. $4,05,200 വിലമതിക്കുന്ന ഒരു ഷിപ്മെന്റ് ഹൈ ടെക്നോളജി ഇനീഷ്യൽ സിസ്റ്റംസ് അഥവാ HTIS എന്ന് പറയുന്ന റഷ്യൻ കമ്പനി വാങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് $1.4 മില്യൺ വിലമതിക്കുന്ന ഡോളറിൽ കൂടുതലുള്ളത് പ്രോംസിൻഡെക്സ് എന്ന് പറയുന്ന കമ്പനിയും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ തെക്കൻ റഷ്യയിലെ കസക്കിസ്ഥാന്റെ അതിർത്തിക്കടുത്താണ് ഈ പറയുന്ന സംയുക്തമൊക്കെ കൊണ്ടുപോയി ഇറക്കിയിട്ടുള്ളത്. HTIS പറയുന്നത്, ആ കമ്പനി പറയുന്നത് ഉപരിതല ഭൂഗർഭ ഖനന എഞ്ചിനീയറിംഗ് പദ്ധതിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഡയറക്റ്റ് ഒരു പക്ഷേ റഷ്യ പറയില്ലായിരിക്കാം, പക്ഷെ ഈ റഷ്യൻ കമ്പനികൾ വഴി ഇവർ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യക്ക് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ചൈനയുമായിട്ട് കൈകോർക്കുന്നതിനൊപ്പം അമേരിക്കയുമായിട്ട് സഖ്യം ശക്തിപ്പെടുത്താനൊക്കെ നമ്മൾ നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അതേ സമയം തന്നെ ഇവർക്ക് രണ്ടുപേർക്കും തലവേദനയാകുന്ന രീതിയിൽ നമ്മൾ റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ നിലപാടാണ്, പകൽ വെളിച്ചത്തിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. നമ്മൾക്ക് ഇത് മറച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫോൾസ് ഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഒരു കാര്യം കയറ്റി അയച്ച് മറ്റൊരു രാജ്യത്തിന്റെ പേരിലുള്ള ഷിപ്പിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കയറ്റി അയച്ച് ഈ ഉപരോധം നേരിടുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ആ ഷിപ്മെന്റ് ഒന്നുമല്ല, നമ്മൾ ഡയറക്റ്റാ ചെയ്യുന്നത്. ഇത് കസ്റ്റംസ് ഡാറ്റയിൽ നിന്ന് കിട്ടിയ വിവരമാണ്. അപ്പൊ ഈ ഷിപ്മെന്റ് നടത്തുന്ന ആ ഡാറ്റ വരുമ്പോഴും നമ്മൾ പറയുന്നത് വളരെ വ്യക്തമാണ്, നമ്മൾ റഷ്യക്കൊപ്പം തന്നെയായിരിക്കും. ആ റഷ്യക്കൊപ്പം തന്നെ ആയിരിക്കും എന്ന് പറയുന്നിടത്ത് ട്രംപിന് നെഞ്ചുവേദന എടുക്കുകയും ചെയ്യും. കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് വരെ 50% താരിഫ് പറഞ്ഞിട്ട് അവസാനം അത് ഇപ്പോൾ 15% എത്തിക്കേണ്ട ഒരു ഗതികേടിൽ ട്രംപ് എത്തി നിൽക്കുകയാണ്. ട്രംപ് പറയുന്നത് ആക്ച്വലി ട്രംപിന്റെ നാട്ടിലുള്ളവർ പോലും കേൾക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനൊക്കെ കളമൊരുങ്ങുകയാണ്. ട്രംപിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി അത് ജനങ്ങൾക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇടപെട്ടു, ഗസ ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെട്ടു, കംബോഡിയ തായ്ലൻഡ് യുദ്ധത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നു. പക്ഷെ കംബോഡിയ തായ്ലൻഡ് യുദ്ധത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ പോലും ഇന്നലെ വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, കംബോഡിയ പറയുന്നു തായ്ലൻഡ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ പോവുകയാണ്, അതായത് ആക്രമണം നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിന്റെ വാക്കിന് ഇപ്പോൾ കടലാസ് വില, അല്ലെങ്കിൽ വേണ്ട എത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല, പുല്ലുവില പോലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയൊക്കെ എത്തുമ്പോൾ ട്രംപിനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ട്രംപിന് ഒരുപക്ഷെ വലിയ രീതിയിൽ പ്രക്ഷോഭം അമേരിക്കയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ട്രംപിന് കാലാവധി തികയ്ക്കും മുമ്പ് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക്, ഇംപീച്ച്മെന്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ട്രംപിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, കൊച്ചുകുട്ടിയല്ലേ, ആഗ്രഹങ്ങളൊക്കെ കാണും. അതായത് നൊബേൽ പ്രൈസ് കിട്ടുക എന്നുള്ളതാണ്. അതിനാണ് ഈ തമ്മിൽ കാണുന്ന സ്ഥലത്തെല്ലാം പോയിട്ട് അടിയുണ്ടോടെ ഇവിടെ എന്ന് ചോദിക്കുകയും അവസാനം ആ അടി നിർത്താൻ ഞാനാണ് ഇടപെട്ടത് എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് ഞാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, ഇറങ്ങിപ്പോയതിനു ശേഷമോ നൊബേൽ പ്രൈസ് കിട്ടുക എന്നുള്ളതാണ് ഒരു ആഗ്രഹം, ഒരു പ്രാഞ്ചിയേട്ടൻ സ്റ്റൈൽ ആഗ്രഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ അടുത്ത് മുട കാണിക്കാൻ വരുന്നത്. ഇന്ത്യയുടെ അടുത്ത് മുട കാണിച്ചാലൊന്നും നടക്കില്ല മക്കളെ. ഇന്ത്യ ഭരിക്കുന്നത് പണ്ടത്തെ പോലെ കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു ഭരണ നേതൃത്വമൊന്നുമല്ല, അത് നല്ല നട്ടലുള്ള ഭരണ നേതൃത്വമാണ്. അപ്പോൾ ഈ റഷ്യയിലേക്ക് സ്ഫോടക വസ്തു കയറ്റി അയച്ചതോടുകൂടി ട്രംപിനെ സത്യത്തിൽ അവിടെ ഹാലിളകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. ട്രംപ് ഇനി അടുത്ത ഇന്ത്യക്കെതിരെയുള്ള അടുത്തൊരു നീക്കവുമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനിടയിൽ തന്നെ സെലൻസ്കിയും പുടിനും പറയുന്നുണ്ട് ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ താല്പര്യം അറിയിക്കുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട്. പക്ഷെ ഇതിന് വെടിമരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നവർ, എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് അതിനോട് താല്പര്യമില്ല. അവർക്ക് പല താല്പര്യങ്ങളും ഇതിന്റെ പിന്നാലെയുണ്ട്. എന്തായാലും നമുക്ക് നോക്കിക്കാണാം എന്താകും ഇതിന്റെയൊക്കെ അവസാനം എന്നുള്ളത്.